അത് കണ്ടോ ദേവരാജ? ദ്രോണഗിരി നിന്നിരുന്ന സ്ഥലത്ത് വലിയ കിടങ്ങ് കാണുന്നു. അതെ ദേവരാജ, ദ്രോണഗിരി എവിടെ പോയി? ഞാനും ആശ്ചര്യചകിതനാണ്. ദേവഗുരു ബൃഹസ്പതിയെയും മറ്റു ദേവന്മാരെയും കാണുവാനുമില്ല. ഇത് വിഷമിപ്പിക്കുന്ന പ്രശ്നമായല്ലോ. എന്തുണ്ടായി വരുണദേവ? ഉണ്ടാകാൻ പാടില്ലാത്തത് ഉണ്ടായി വരുണദേവ. മഹാബലി ജലന്ധരൻ ദ്രോണഗിരി ഇളക്കിയെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. എന്താ? സമുദ്രത്തിൽ? ദ്രോണഗിരിയെ സമുദ്രത്തിൽ എറിഞ്ഞെന്നോ? ജലന്ധരനോ? അവൻ ഇത്രയും ബലശാലിയാണോ? ദ്രോണഗിരിയെ സമുദ്രത്തിൽ എറിഞ്ഞു. അങ്ങോട്ട് നോക്കൂ ദേവരാജ. ദേവഗുരു തിരിച്ചു വരുന്നു, ബാക്കിയുള്ള ദേവസൈനികരുമൊത്ത്. ദേവഗുരു ബൃഹസ്പതി ജയിക്കട്ടെ! ദേവഗുരു ബൃഹസ്പതി ജയിക്കട്ടെ! ദൈത്യരാജൻ മഹാബലി ജലന്ധരൻ 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 ജയിക്കട്ടെ! മഹാറാണി വൃന്ദ മഹാബലി ജലന്ധരൻ ജയിക്കട്ടെ! മഹാറാണി വൃന്ദ മഹാബലി ജലന്ധരൻ ജയിക്കട്ടെ! മഹാറാണി വൃന്ദാദേവി ജയിക്കട്ടെ! ദൈത്യരാജൻ മഹാബലി ജലന്ധരൻ ജയിക്കട്ടെ! മഹാറാണി വൃന്ദ ജയിക്കട്ടെ! മഹാബലി ജലന്ധരൻ ജയിക്കട്ടെ! മഹാബലി ജലന്ധരൻ ജയിക്കട്ടെ! വൃന്ദ മഹാരാജിനെ സ്വാഗതം ചെയ്യുന്നു. കേവലം സ്വാഗതം വൃന്ദ, മറ്റൊന്നുമില്ല. പ്രശംസയും. ദേവഗുരുവായ ബൃഹസ്പതിയുടെ ദേവന്മാരെ രക്ഷിക്കാനുള്ള എല്ലാ പ്രയത്നവും അങ്ങ് വ്യർത്ഥമാക്കി കളഞ്ഞു. ദ്രോണഗിരിയെ ഇളക്കി സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞില്ലേ അങ്ങ്? ആവശ്യം വന്നിരുന്നെങ്കിൽ വൃന്ദ, നിന്റെ ബലവാനായ ഭർത്താവ് സമുദ്രത്തെപ്പോലും എടുത്ത് ദ്രോണഗിരിയിൽ എറിയുമായിരുന്നു. എനിക്കറിയാം, അങ്ങയുടെ ആസുരശക്തിക്ക് ഒരു സീമയുമില്ല. മഹാബലി ജലന്ധരന് സീമ നിർണയിക്കാൻ ആരുമില്ല. അതിന് ശ്രമിക്കുന്നവർ മഹാരാജാ ജലന്ധരന്റെ കരങ്ങളാൽ വധിക്കപ്പെടും. ദൈത്യഗുരു ശുക്രാചാര്യൻ ജയിക്കും! ശുക്രാചാര്യൻ? ഗുരു, എന്തുപറ്റി? എന്താ ഞാൻ വീണ്ടും വീണ്ടും ഗുരുവരൻ ശുക്രാചാര്യനെ വന്ദിക്കണമെന്നോ, വീണ്ടും വീണ്ടും നമിക്കണമെന്നോ? ഗുരു, എപ്പോഴും അങ്ങേ വന്ദിക്കണമെന്നോ? ഒരു വന്ദനം തന്നെ ധാരാളമായില്ലേ ഗുരുവരാ? ഓ, അതിനെല്ലാം സമയം എവിടെ മഹാബലി ജലന്ധരന്റെ പക്കൽ? വീണ്ടും വീണ്ടും നമിച്ചുകൊണ്ടിരിക്കുക, അതും ശുക്രാചാര്യന്റെ മുന്നിൽ. ഗുരുവരൻ എന്താണ് ചെയ്യുക? ഗുരു, ഞാൻ ഈ ചെയ്യുന്നത് തന്നെ വലിയ കാര്യമായി കാണുക. കാരണം ഞാൻ വലിയവനാണ്. എന്തേ ഗുരു, ഉചിതമല്ലേ? മാതാപിതാ ഗുരു, തന്റെ യോഗ്യനായ ശിഷ്യനെ ഗുരു സ്വന്തം പുത്രനെ പോലെ കരുതുന്നു. ഞാനും കരുതാം, പക്ഷേ ഗുരു, ഞാൻ ആദ്യം തന്നെ പറഞ്ഞുവല്ലോ, ഇപ്പോൾ വീണ്ടും പറയുന്നു. ഞാൻ എങ്ങനെ ദ്രോണഗിരിയെ ഇളക്കിയെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞുവോ, അതുപോലെ താങ്കളും ഭാഷണത്തിൽ നിന്ന് ഈ പക്ഷേ എങ്കിലും എന്നീ വാക്കുകളെടുത്ത് സമുദ്രത്തിൽ എറിയൂ. അതുകൊണ്ട് എന്ത് ഗുണം മഹാരാജൻ? ഗുരു, താങ്കളുടെ സ്വരം താഴ്ത്തി പറയുക. താഴെ അസുരന്മാരുടെ മുന്നിൽ സ്വരമുയർത്തി പറഞ്ഞാൽ അസുരന്റെ ആസുരത്വം വർദ്ധിക്കുന്നു. മാത്രമല്ല, മഹാബലി ജലന്ധരൻ ഉച്ചസ്വരത്തിൽ സംസാരിക്കും, ശ്രവിക്കുകയില്ല. എനിക്കറിയാവുന്ന സത്യം എന്തിനു നീ വീണ്ടും പറയുന്നു? നീ ബലവാനാണ്, പരാക്രമിയാണ്, സാഹസികനായ അജയ്യനാണ്. ദ്രോണഗിരി എന്ന വിശാലമായ പർവ്വതത്തെ ഇളക്കിയെടുത്ത് അതിനെ സമുദ്രത്തിൽ എറിയുവാൻ വലിയ ബലവാന്മാർക്ക് കൂടി സാധിക്കുന്നതല്ല. നീ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിശാലി അസുരനാണ്. എങ്കിൽ കൂടി പിന്നെയും എങ്കിൽ
വീണ്ടും എങ്കിൽ ഗുരു ചുറ്റിക്കറങ്ങി താങ്കൾ എങ്കിലെന്ന് വീണ്ടും പ്രയോഗിച്ചു. അതിന്റെ അർത്ഥം വീണ്ടും പക്ഷേ എന്നല്ലേ? അതായത് ഞാൻ മിണ്ടരുത്. അഹങ്കാര രൂപത്തിൽ നിന്നിൽ ആവാഹിച്ചിരിക്കുന്ന അവിവേകത്തെ കുറിച്ച് പറയരുത്. പറയണം, തീർച്ചയായും പറയാം. അതിനെയും ഞാൻ എടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞേക്കാം. എന്നാൽ കേൾക്കൂ മഹാരാജൻ, ദ്രോണഗിരിയെ സമുദ്രമധ്യത്തിൽ എടുത്തെറിഞ്ഞ് ഒപ്പം തന്നെ ദേവഗുരു ബൃഹസ്പതിയുടെ പദ്ധതിയെ താങ്കൾ നശിപ്പിച്ചു. താങ്കൾ ദേവന്മാർക്ക് താങ്കളോടുള്ള ക്രോധാഗ്നി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അവരുടെ മനസ്സിലെ പകയും പ്രതികാരത്തിന്റെ വാഞ്ചയും താങ്കൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അവരിനി ശാന്തരാകുകയില്ല. അവരുടെ മനസ്സിലെ അശാന്തി താങ്കൾക്കെതിരായ ഗൂഢാലോചനകൾ തീർച്ചയായും നടത്തും. നിന്റെ ഈ അശ്രദ്ധ അവരുടെ ഗൂഢാലോചനകൾ വിജയിപ്പിക്കും. അതിനു മുൻപേ താങ്കൾ സ്വർഗലോകത്തെ ആക്രമിക്കുക തന്നെ വേണം. അതെ സ്വാമി, ഗുരുവരൻ ശുക്രാചാര്യന്റെ അനുമാനം തികച്ചും സത്യമാണ്. അങ്ങ് സ്വർഗത്തെ ആക്രമിക്കുക തന്നെയാണ് വേണ്ടത്. മഹാരാജൻ ജലന്ധരന്റെ ഈ ദർബാറിൽ ജലന്ധരൻ തീരുമാനങ്ങൾ എടുക്കുന്നു. ഗുരുവരന്റെ അനുമാനം അസത്യമായാൽ തന്നെ എന്റെ തീരുമാനം സത്യമാകും. അതനുമാനത്തിനും അതീതമാണ്. മറക്കണ്ട മഹാരാജൻ, നിന്റെ പത്നി സതീരത്നമായ വൃന്ദയുടെ സൗഭാഗ്യമാണ് അനുനിമിഷം താങ്കളുടെ ബാഹുബലവും വാക്കുകളുടെ ബലവും സുശക്തമാക്കുന്നത്. അവളുടെ സൗഭാഗ്യം സദാ ഒരു തണലായി താങ്കളെ കാത്തു രക്ഷിക്കുന്നു. അതുള്ളിടത്തോളം ശക്തരിൽ ശക്തനായ ശത്രുവിന് പോലും നിന്നെ ഒന്നും തന്നെ ചെയ്യാനാവില്ല. എനിക്കറിയാം ഗുരു, പ്രാണനേക്കാളും പ്രിയമുള്ള പത്നി പതിയുടെ പ്രാണനെ രക്ഷിക്കുന്നുവെന്ന്. വൃന്ദയാണ് എന്റെ പ്രാണന്റെ രക്ഷക. അങ്ങ് എന്താണ് പറയുന്നത് സ്വാമി? ഇതെന്റെ കർത്തവ്യമാണ്. സത്യമാണ് പറഞ്ഞത് വൃന്ദ. ഇതാ മറ്റൊരു സത്യം കൂടി. നാം സ്വർഗത്തെ ആക്രമിക്കുവാൻ ഇതാ കൽപ്പന നൽകുന്നു. സൈനികരെ തയ്യാറെടുക്കുക. നമുക്കുടനെ സ്വർഗത്തെ ആക്രമിക്കണം. ദൈത്യരാജൻ ജലന്ധരൻ ദേവഗുരു ബൃഹസ്പതി. ആരുടെ വിജയം? എന്ത് വിജയം? ശത്രുക്കൾ നമ്മെ പരാജയപ്പെടുത്താൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ജയാരവം മുഴക്കാനുള്ള സമയമല്ല ഇത്, പ്രവർത്തിക്കാനുള്ള സമയമാണ് ദേവരാജനേന്ദ്ര. എന്താണ് കാര്യം ഗുരുദേവ? അങ്ങയുടെ വ്യഗ്രതയ്ക്ക് കാരണം? വ്യഗ്രതയ്ക്ക് കാരണമുണ്ട് ദേവരാജ. ജലന്ധരൻ ദ്രോണഗിരിയെ സമുദ്രത്തിൽ ആഴ്ത്തിയതോടെ അവന്റെ ശക്തി അപാരമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ദേവരാജ. ഈ ദുർവൃത്തരായ അസുരർക്ക് സ്വന്തം ശക്തിയുടെ സാമർഥ്യത്തിന്റെ ജ്ഞാനം ലഭിച്ചാൽ അവർ അടങ്ങിയിരിക്കുകയില്ല. ശാന്തരും നിരുപദ്രവികളും നിർദോഷികളുമായവരെ കൂടി അവർ ഉപദ്രവിച്ചു തുടങ്ങുന്നു. അപ്പോൾ ശത്രുക്കളെ ആക്രമിക്കുന്നതിൽ നിന്ന് അവരെ ആരാണ് തടയുക? നാം അവരുടെ ശത്രുക്കളാണ് ദേവരാജ. അപ്പോൾ നാം എന്താണ് ചെയ്യുക ഗുരുദേവ? ദേവരാജ, ഇത്തരം സാധാരണ വിഷയങ്ങളിലെങ്കിലും സ്വന്തം ബുദ്ധിശക്തി ഉപയോഗിക്കണം. എന്നും ഞാൻ പറയണോ എന്ത് ചെയ്യണമെന്ന്? ജലന്ധരൻ തന്റെ ശക്തി തെളിയിച്ചു കഴിഞ്ഞു. ഇനി ശുക്രാചാര്യൻ അവനെ അടങ്ങിയിരിക്കാൻ അനുവദിക്കില്ല. അവർ അവരുടെ ആസുര ശക്തി നമുക്കെതിരെ തീർച്ചയായും പ്രയോഗിക്കും. അതിനാലാണ് ചോദിക്കുന്നത് ഗുരുവര, അവരുടെ ആസുര ശക്തിയെ തടയുവാൻ നാം എന്താണ് ചെയ്യുക? ദേവരാജ, ഈ സമയം നമ്മുടെ ഒരേയൊരു രക്ഷകൻ ഭഗവാൻ വിഷ്ണുവാണ്. നമുക്കുടൻ തന്നെ അദ്ദേഹത്തെ ശരണം പ്രാപിക്കണം. അസുരന്മാർ തീർച്ചയായും സ്വർഗലോകത്തെ വീണ്ടും ആക്രമിക്കും. നാം സുരക്ഷാ സംവിധാനത്തിന് ഇനിയും വിളംബം വരുത്തിയാൽ നമുക്ക് ശത്രുവിനെ പരാജയപ്പെടുത്താനാകില്ല. കേവലം ഭഗവാൻ വിഷ്ണുവിനെ അവനെ തടയാനാകൂ. വൈകുണ്ഠാധിപതി ഭഗവാൻ വിഷ്ണു ജയിച്ചാലും, ദേവി മഹാലക്ഷ്മി ജയിച്ചാലും. ആദരണീയരായ അതിഥികൾക്ക് സ്വാഗതം. വന്നാലും ദേവഗുരു, ദേവരാജ, ദേവഗണങ്ങളെ. വന്നാലും ദേവന്മാരെ. വരണം ഗുരു ബൃഹസ്പതി. പറയൂ, എല്ലാം മംഗളം തന്നെയല്ലേ? പ്രഭു, എല്ലാം മംഗളം തന്നെയെങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ വരേണ്ട ആവശ്യമുണ്ടാകുമോ? അതായത് വിഷമസ്ഥിതിയിലും പിന്നെ അമംഗളത്തിന്റെ ആശങ്കയിലും നിങ്ങൾ ഇവിടെ വരുന്നു. സത്യം അതാണ് ദേവി. ഇപ്പോൾ എന്താണ് പുതിയ പ്രശ്നം ദേവഗുരു? പ്രശ്നം പഴയത് തന്നെ പ്രഭു, പക്ഷെ ഇപ്പോൾ പുതിയ രൂപത്തിലാണ്.
ഈ ജലന്ധരൻ താരകാസുരന്റെ തന്നെ പിൻഗാമിയാണ്. അവൻ ഞങ്ങളുടെ സുരക്ഷയ്ക്കുള്ള എല്ലാ മാർഗവും ഉപരോധിച്ചിരിക്കുന്നു. ദൈത്യഗുരു ശുക്രാചാര്യനും ദൈത്യരാജൻ ജലന്ധരനും ദേവന്മാരെ നശിപ്പിക്കാനുള്ള പുതിയ മാർഗങ്ങൾ തേടുകയാണ്. അവർ ഏത് സമയവും സ്വർഗത്തെ ആക്രമിച്ചേക്കും. ജലന്ധരനെ സംഹരിച്ച് ഈ വിനാശത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ വൈകുണ്ഠപതേ. ഈ വിനാശത്തിൽ നിന്നും ദേവന്മാരെ രക്ഷിക്കണേ. ദേവരാജ, ദേവന്മാരുടെ രക്ഷയിൽ നാം എന്നും തൽപരനായിരുന്നു. ഭാവിയിലും തൽപരനായിരിക്കും. ആയിരിക്കും. അത് ശരി തന്നെ പ്രഭു. പക്ഷേ ഇപ്പോൾ നമുക്കിവിടെ ചിന്തിക്കേണ്ട കാര്യം ഭൂതകാലമോ ഭാവി കാലമോ അല്ല, വർത്തമാനകാലമാണ്. അങ്ങ് താല്പര്യം കാണിച്ചാൽ മാത്രമേ ഞങ്ങളുടെ രക്ഷ സംഭവ്യമാകുകയുള്ളൂ പ്രഭു. അങ്ങ് വെറുതെ വിഷമിക്കുകയാണ് ദേവരാജ. നാം വേണ്ട വിധത്തിൽ സ്വർഗത്തെ സംരക്ഷിക്കും. പക്ഷേ മഹാപ്രഭു, സമയം വളരെ കുറവാണ്. അങ്ങ് ചെയ്യുന്നത് എന്തായാലും ഉടൻ ചെയ്യണം. അതേ വൈകുണ്ഠപതി, അവൻ ഏത് സമയവും സ്വർഗലോകത്തെ ആക്രമിച്ചേക്കാം. ശരി ദേവരാജ, താങ്കൾ ചെന്ന് സ്വർഗരക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യൂ. നാം ഉടനെ അവിടെ എത്തുന്നതാണ്. അനേകം പ്രണാമം പ്രഭു.